അതിനനുസരിച്ച് തേങ്ങ വേണമില്ല. അതെ, എങ്ങനെ കാണാ മുന്തിര വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന സമയത്ത് ടച്ചിങ്സ് വേണ്ടേ? മുന്തിര വെള്ളം കുടിക്കാൻ ടച്ചിങ്സ്. അതെ, ആ മുന്തിര വെള്ളം എന്താണെന്ന് അറിയണമെങ്കിൽ അത് കാലിലേക്ക് നോക്കി. രാമനേട്ടാ, നമ്മുടെ അശോകേട്ടന്റെ വെപ്പ് കൊണ്ട് എങ്ങനെയായി? എന്തിനു പറയുന്ന എൻ്റെ ഗിരീഷേ, വേണ്ടാത്ത പണിക്ക് എൻ്റെ മക്കളും പിള്ളേരൊക്കെ വേണ്ട പറഞ്ഞു. പിന്നെ അശോകേട്ടൻ്റെ നിർബന്ധം കൊണ്ട് അത് ഞാൻ ഏറ്റെടുത്താണ്. അയാളാണെങ്കിൽ എന്തൊക്കെയൊക്കെയോ പറയണ്ടപ്പ. ചക്കിലാട്ടിയ എണ്ണ വേണം, പിന്നെ അമ്മിക്കല്ലിലും ആട്ടുകല്ലിലും അരച്ചത് മാത്രം കൊടുത്താൽ മതി, പിന്നെ ഈ മരുന്നും മന്ത്രമൊന്നും തളിക്കാത്ത പച്ചക്കറി വേണം. ഇതൊക്കെ നാം എവിടെ നിന്നാ പോണത്? അങ്ങനെയൊക്കെയൊക്കെയോ ആക്കി ആ മഹാഭാവി ചക്കമാഞ്ചി ഏൽപ്പിച്ചിട്ടുണ്ട്. പട്ടിയും കുറച്ച് ഓലയും എടുക്കാൻ വേണ്ടി വന്നാണ്. അതുകൾ അവിടെ എന്തൊക്കെ കാട്ടി വെച്ചിരിക്കണോ ആവോ. അതെ അതെ, ഇല്ല ഞാനിപ്പോ എത്തിയേ ഉള്ളൂ. അതോട്ടാ ഓ എന്നാ നിന്ന പേര് നാം പോണു. ചേട്ടാ, ഓ എന്താണ് പണി എടുത്തിട്ടാണ് മൊബൈൽ നോക്കുന്നത്? ഈ മഹാഭാവികൾ. ചാമനേട്ടാ, ആ ചാമനേട്ടനെ വെപ്പിനെ ഏൽപ്പിക്കണ്ടെന്നേ അശോകേട്ടനേട്ടൻ ആരോ പറഞ്ഞില്ലേ? അത് ഞാനല്ലാട്ടോളെ. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ പറഞ്ഞുള്ളത്? ഇത് എന്ത് കോലമായിട്ടുണ്ടാവോ ആവോ. എന്താണ്ടാ മഹാഭാവിയെ കാണിച്ചു വെച്ചിരിക്കുന്നത്? അതങ്ങനെ അടി പിടിച്ച് കരിഞ്ഞ മണം വരുന്നടാ. അയാൾ മുമ്പ് എന്നതുപോലെ വെക്കാൻ പിടിച്ചിട്ട് പൂരം കയ്യിൽ നീട്ടം കൂടി, പായസത്തിൽ അണ്ടിപ്പരിപ്പില്ല, ഇഞ്ചിപ്പുളിയിൽ ഇഞ്ചിയില്ല പറഞ്ഞിട്ട് എന്റെ 500 റുപ്യ പിടിച്ചതാണ്ടാ. ഇനി ഞാൻ അയാളിനോട് എന്തും മറുപടി പറയും? ഈ മഹാഭാവികളൊക്കെ കൂടി എന്നെ കൊലക്ക് കൊടുക്കുമല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? പാൽക്കാരൻ വരുന്ന എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിളിക്ക്. പോടാ, കുന്തം പിടിക്കുക പോലെ നിൽക്കാണ്. പോ. അസോട്ടാ, ഒന്നും ഇങ്ങോട്ട് വരുമെന്ന് പാൽക്കാരൻ വന്നിരിക്കുന്നേ. അശോട്ടാ, എന്താ നേരെ ഇളക്കിയില്ല? ഇളക്കിയല്ലോ, നന്നായി ഇളക്കിയല്ലോ. ഒരു അടി പിടിച്ച പോലെ ഒരു മണന്ന്. അയ്യേ, ഞാനൊക്കെ നേരെ ഇളക്കി. എവിടെ നോക്കട്ടെ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഗിരീഷേട്ടാ, ഇവിടെ വരെ ഇതൊന്ന് നോക്കി. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് തോന്നില്ലാന്ന് തോന്നുന്നു. സാമ്പാർ വേണമെങ്കിൽ ഇനി അധികം വേണമെങ്കിൽ കുറച്ചും കൂടി വെച്ചോളൂ. കാരണം ആളുകൾ കൂടുതൽ വരുന്നതാണേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇതായിട്ട് പറഞ്ഞു ഞാനും ഗിരീഷേട്ടനും ഞങ്ങൾ നടക്കണോ കേട്ടാ? ഈ പ്രാവശ്യം ആദ്യമൊക്കെയോ കൂട്ടിയും കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു. എടാ ദാശ, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ.